താങ്ക് യു. പ്ലീസ്. ഓട്ടപ്പന്തയത്തിനിടയിൽ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് കാണാൻ അല്പം വൈകി. നവീന്റെ കുതിപ്പ് അങ്ങനെയാണല്ലോ, ആർക്കും പിടികൊടുക്കാതെ. റൈഡിന്റെ ബേസിക് ലോ തന്നെ അതല്ലേ മേഡം. പക്ഷെ ഓടാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചിലരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് സിത്താര ശ്രീനിവാസനുണ്ട്. ദി അയൺ ലേഡി ഓഫ് ദി ബിസിനസ് വേൾഡ്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ശത്രുക്കളോട് നല്ല വാക്കുകൾ പറയുന്നത് നല്ല ലക്ഷണമാണ്. ശത്രുതയോ? എനിക്കോ? എന്തിന്? നമ്മൾ തമ്മിലുള്ള ഈ കണ്ടുമുട്ടലിന്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമല്ല. നവീൻ, നമ്മളിപ്പോ നിൽക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഒന്നിച്ച ബിസിനസ് ലോകത്ത് അതൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാനൊരു പ്രപ്പോസൽ വെക്കട്ടെ. എന്റെ മകൾ ഗാഥ ശ്രീനിവാസ് ഇക്കഴിഞ്ഞ മിസ് കേരള മത്സരത്തിൽ 1ാം സ്ഥാനമായിരുന്നു. വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഇൻ മാരിയിങ് ഹർ? Are you shocked? No, ma'am. വളച്ചുകെട്ടില്ലാത്തത് പറഞ്ഞപ്പോ for just a moment. It's okay. ഗാഥാ മാഡത്തിന് വേണ്ടി മാം വരനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും മികച്ച ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് മാഡത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെ മാം എന്നെ അംഗീകരിച്ചല്ലോ. So there is no doubt. I am ready. How? You haven't met her yet. ഗാഥയുടെ സ്വഭാവം, അവളുടെ ക്വാളിറ്റീസ് ഒന്നും നവീൻ അറിയില്ലല്ലോ. ആപ്പിൾ മരത്തില് വിഷക്കായ ഉണ്ടാവില്ലല്ലോ. സിത്താര മാം വളർത്തിയ കുട്ടിയല്ലേ, ഒട്ടും മോശമാവില്ല. പിന്നെ സാധാരണ നോക്കുന്നൊരു കാര്യം, സൗന്ദര്യം. മാമിന്റെ മകൾ സുന്ദരിയായില്ലെങ്കിൽ പിന്നെ സൗന്ദര്യം എന്ന വാക്കിന് എന്തർത്ഥം? കണ്ണൂര് ചോദിക്കുക എന്റെ തങ്കം, ഈ ജോത്സ്യത്തിന്റെ കൂടെ ബ്രോക്കർ പണിയും കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോന്ന്. വേലായുധേട്ടനായോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാലോ. അത് മനസ്സിലാക്കുന്നൊരു കൂട്ടര് വരട്ടെ. എന്റെ മോളെ ജീവനെ പോലെ കാക്കുന്ന ഒരാള്. വേലായുധേട്ട, ഈ പയ്യൻ എവിടുത്തുകാരനാ? ഇത് നമ്മുടെ ത്തിലുള്ളതാ. എന്റെ അമ്മേ, നേരം കളയാൻ എന്തോരം പണികൾ ബാക്കിയുണ്ട്. ഈ ഫോട്ടോകളും നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, എന്റെ ഉണ്ണിമായയുടെ അച്ഛനായോണ്ടാ വേലായുധ മാമനെ ഞാനൊന്നും പറയാത്ത. എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇത്? തങ്കം ഒരുപാട് വിളിച്ചിട്ടാ ഞാൻ. തങ്കം വിളിക്കും, തങ്കം ചിലപ്പോ കരയും. പക്ഷേ തങ്കത്തിന്റെ മോളുടെ കല്യാണം ഇപ്പോഴെങ്ങും ഇല്ല. പിന്നെ എപ്പോഴാ? ഞാൻ ചത്തിട്ടോ? ഇങ്ങനൊരു വാക്ക് നവമേലുണ്ടല്ലോ, അതങ്ങ് കണ്ണു നിറഞ്ഞ് പറയും കൂടി ചെയ്താ പൂർത്തിയായി. ഞാൻ കല്യാണം കഴിക്കാൻ കേട്ടോ. എപ്പോ? അമ്മയുടെ അസുഖമൊക്കെ മാറിയിട്ട്. അതുവരെ ഇക്കാര്യം ഇവിടെ മിണ്ടി പോകരുത്. ദേ, ഈ ഫോട്ടോ കാണുന്ന നാടകം ഇന്നത്തോടെ നിർത്തണം. അതിന് തനിക്കെന്തിനാ പ്രത്യേകിച്ച് ഒരു അനുവാദം? നവീന്റെ കാര്യോ? നവീന്റെ കാര്യങ്ങൾ എന്നേക്കാൾ അമ്മയായ താനല്ലേ നോക്കുന്നേ? അതെ, പക്ഷേ കാരണവന്മാരോട് ചോദിക്കേണ്ട കാര്യത്തിന് അവനോട് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ പറയേ. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ നവീൻ ബിസിനസിന്റെ തിരക്ക് പറയും. പക്ഷെ കാലം കടന്നു പോവുക. അവനെ അങ്ങനെ വിടുന്നത് ശരിയാണോ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ ഒന്ന് തെന്നിക്കളിക്കും. അപ്പോ അച്ഛനമ്മമാരൊന്ന് ഫോഴ്സ് ചെയ്യണം. എന്റെ നന്ദേട്ടന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? വളരെ ചെറിയ പ്രായം തൊട്ടേ സ്വന്തമായ തീരുമാനമുള്ള ആളാണ് നമ്മുടെ നവീൻ. അവനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു തരം ഒഴിഞ്ഞു മാറ്റമാണ്. എല്ലാ കാര്യത്തിലും കൃത്യമായ അഭിപ്രായം പറയുന്ന അമ്മ പോലും നവീന്റെ വിവാഹ കാര്യത്തില് എനിക്ക് മനസ്സിലാകാത്ത രീതിയിലാ പെരുമാറുന്നത്. എന്താ സുമിത്രേ, എന്നെ കുറിച്ചൊരു സംശയം? ചേട്ടാ, ഒരു കമ്പിളി വേണം. ഒരു കമ്പിളി എടുത്ത് കാണിച്ചേ.
എത്രയാവും? ഇതിനൊരു 2000 രൂപ ആവും. അയ്യോ, അത്രയ്ക്കും വിലയുണ്ടോ? ഇതിൽ കുറഞ്ഞ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. ലളിതേ, ആ. സുദർശൻ എവിടെ? സിറ്റിയിലേക്ക് ലോഡ് കൊണ്ടുപോകാനുണ്ടല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്ന് പറഞ്ഞ സാധനം എത്തിക്കണ്ടേ? മാസം മാസം നല്ലൊരു ഇടപാട് നടത്തുന്ന കൂട്ടരാ. ഒറ്റ തവണ മുടങ്ങി അതോടെ ആ കച്ചവടം പോവും. ഈ ലോഡ് ഞാൻ കൊണ്ടുപോയാലോ? ലോഡ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നാ പറഞ്ഞേ? കൊച്ചിയിലേക്ക്. ഞാൻ കൊണ്ടുപോയാൽ മതിയോ? പേടിക്കണ്ട ചേട്ടാ, ഞാൻ കൃത്യമായി എത്തിച്ചോളാം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ കൊള്ളാം. എത്ര കൂലി? ആ, അതിങ്ങടുത്തെ. ഈ നിൽക്കുന്ന കൂട്ടുകാരികളുടെ മുമ്പില് മോള് വലിയ സംഭവമായിരിക്കും. പക്ഷേ അതെന്റെ അടുത്ത് ചെലവാവില്ല. താൻ ആരാ? തനിക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത? ഞാൻ ഇതുപോലത്തെ ഒരുപാട് വായ്നോക്കികളെ കണ്ടിട്ടുള്ളതാ. കാണും, വായി നോക്കികളെ കാണും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതാ ഞാൻ വരുന്നു, ഞാനൊരു മഹാസംഭവമാണ്, കണ്ടില്ലെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് നടക്കുന്നോണ്ടാ. മൈൻഡ് യുവർ വേർഡ്സ്. ജസ്റ്റ് ഞാനൊന്ന് ഫോൺ ചെയ്താലുണ്ടല്ലോ, പൊക്കിയെടുത്ത് തന്നെ കൊണ്ടുപോകും ആൾക്കാര്. എന്നതൊന്ന് കാണണമല്ലോ. വിളിക്ക്. നിനക്ക് ആരെയൊക്കെ വിളിക്കാൻ പറ്റുന്നെങ്കിൽ വിളിക്ക്. നീ ആരടി പെണ്ണ്? ഇവിടെ സിറ്റിയിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂട്ടത്തില് ജസ്റ്റ് ഒരുത്തി, ഈ നിൽക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ പോലെ. അല്ലാതെ നിനക്ക് വിശേഷിച്ച പ്രത്യേകതകളൊന്നുമില്ല. എക്സ്ക്യൂസ് മീ, എന്താ സാർ പ്രശ്നം? ഞാനൊരു സാരി സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോഴേക്കും ഇയാൾ അത് പർച്ചേസ് ചെയ്തെന്ന് പറയുന്നു. അതെങ്ങനെയാ ശരിയാവുന്നേ? മാം, അത് സാർ പേയ്മെന്റ് ചെയ്തു. പെൺകുട്ടികൾ സ്മാർട്ടായിരിക്കണം, അത് നല്ലതാ. പക്ഷേ പെൺകുട്ടികൾ ഇങ്ങനെയായി പോകരുത്.